വഴുതന തൈ മുളക് തൈയൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വളമൊക്കെ കൊടുക്കുകയാണ്. ആട്ടിൻ കഷ്ണമുണ്ട്, വളപ്പൊടിയുണ്ട്, രണ്ടും കൂടി ഇട്ട് കൊടുത്ത് വെച്ചിട്ടാണ്. കുറേശ്ശെ ഇട്ട് കൊടുക്കുള്ളൂ. ഇതിന് മുന്നേ ആദ്യ വളം ചെയ്തതാണ്, 2 ആഴ്ച മുന്നേ. സൂപ്പർ മീലും ജൈവവളം, അങ്ങനെ ജൈവവളം നമുക്ക് ഇട്ട് കൊടുത്തതാണ്. നമ്മൾ കുറേശ്ശെയാണ് ഇപ്പെടുന്നുള്ളൂ, ഓരോ പിടി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മണ്ണിട്ട് മൂടുക. അങ്ങനെ ഈ എല്ലാ മുളക് തൈകൾക്കും വഴുതന തൈകൾക്കും നമുക്ക് വളമിട്ട് മണ്ണിട്ട് മൂടണം. അതൊരു തെങ്ങിൻ തടായിരുന്നു കേട്ടോ. അതിൻ്റെ കുറ്റിയാണ് ഇവിടെ കാണുന്നത്, തെങ്ങിൻ്റെ കുറ്റി. തെങ്ങ് കേട് വന്നപ്പോൾ അത് മുറിച്ചതാണ്. അപ്പോൾ ആ തടം വെറുതെ ഇടണ്ട, കാട് കെട്ടി കിടക്കേണ്ട വിചാരിച്ച് ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പോൾ അവിടെ വഴുതനയും മുളകൊക്കെ നട്ടതാണ്. അതിലേക്ക് വളപ്പൊടിയും ആട്ടിൻ കഷ്ടപ്പെട്ട് എന്നിട്ട് മണ്ണൊക്കെ ഇട്ട് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ വെണ്ടകൾക്കൊക്കെ വളം ഇടണം കേട്ടോ. നമുക്ക് മഴ ഇല്ലാത്തതുകൊണ്ട് ഉച്ച നേരമാണ്, എത്ര മഴ പൊട്ടിച്ചാടുന്ന വിഷയമില്ല. അപ്പോൾ അതുകൊണ്ട് ഊണും കൂടി കഴിച്ചിട്ടില്ല ഞാൻ. അത് വളം ഇട്ടിട്ട് വേണം ഊണ് കഴിക്കാൻ. വളപ്പൊടിയും കുറച്ച് വെണ്ണീറും കുറച്ച് ആട്ടിൻ കാഷ്ടം 3 കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. പിന്നെ മണ്ണൂടുക. പുല്ലുകളുണ്ട് നിറച്ച് കളക്കുന്ന കുറച്ച് കളയും. ഇപ്പോൾ വളക്കാലാണ്. നമുക്കതിന് മുന്നേ ഒരു തവണ വളം കൊടുത്തതാണ്. ഒന്നും കൂടി കൊടുത്താലാണ് ഓണാകുമ്പോഴത്തേക്കും വെണ്ടയ്ക്ക ഉണ്ടാവുള്ളൂ. അപ്പോൾ പൂവൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഒരു തവണ സൂപ്പർ മീൽ കൊടുത്തതാണ്, ജൈവവളം വാങ്ങി ഉപയോഗിക്കുന്ന ജൈവവളം. പിന്നെ മഴ ഇല്ലാച്ചാൽ എൻ്റെ സൂപ്പർ വളം എന്ന് പറയുന്നത് അപ്പത്തിൻ്റെ അരി മാവും ശർക്കരയുടെയൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ അതിൽ തൈര് കലക്കിയ പാത്രങ്ങളൊക്കെ കഴുകിയ വെള്ളം, മോരിൻ്റെയൊക്കെ അംശങ്ങളുണ്ടാവും. അതൊക്കെ ഞാനൊരു ഒരു ബക്കറ്റിലാക്കി വയ്ക്കും. അതുപോലെ അരി കഴുകണ വെള്ളം, കാടിവെള്ളം, പിന്നെ കഞ്ഞിവെള്ളം, ഇതെല്ലാം കൂടിയിട്ട് അതായത് കുറച്ച് ശർക്കര ഒഴിക്കും ചെയ്യും. ഒന്നെങ്കിൽ ശർക്കര അച്ചിടുക, അല്ലെങ്കിൽ ശർക്കരപ്പാവ് ഒരു തുള്ളി ഒഴിക്കും. എന്നിട്ട് കുളിച്ച് കഴിഞ്ഞാൽ മഴ ഇല്ലാച്ചാൽ നമുക്ക് ഇതിനൊക്കെ ഒഴിച്ച് കൊടുക്കാം. വെള്ളം കൂട്ടിയിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം. വളരെ നല്ല വളമാണ് എല്ലാ ചെടികൾക്കും. അതാണ് വേനലായതുകൊണ്ട് ഞാൻ സാധാരണ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ളത്. ലിക്വിഡ് വളമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറ്. മഴക്കാലത്താണ് ഇങ്ങനെയുള്ള ജൈവവളങ്ങളും ചാണകപ്പൊടി അതുപോലെ കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഒരു പാത്രത്തിലിട്ട് വെക്കും. അത് ഞാൻ വേനൽക്കാലം ആകുമ്പോൾ വെള്ളത്തിലിട്ട് വെച്ച് അതിങ്ങനെ അളിയുമ്പോൾ ആ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ അല്ല വർഷക്കാലമാണെങ്കിൽ അതൊരു പാത്രത്തിലിട്ട് വെക്കും. അതിൻ്റെ കൂടെ കുറച്ച് മണ്ണിടും, വെണ്ണീരിടും. അങ്ങനെ ഒരു പാത്രത്തിൽ. വേറെ അത് കമ്പോസ്റ്റ് ആവാനുള്ള ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. വെറുതെ എൻ്റെ ഒരു രീതിയിൽ ഞാനതിനെ ഒന്ന് വളമാക്കി മാറ്റും. നമുക്കിനി ഇതിനൊക്കെ വളർത്തിട്ട് മണ്ണിടണം. ഇപ്പോൾ മഴയും കാറ്റൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ഒടിയാറായി നിൽക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരെണ്ണം മുളച്ച് വന്നിട്ടുണ്ട്. ചുരക്കയാണെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ കൊല്ലം ഇവിടെ ചുരക്ക നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിത്ത് വീണപ്പോൾ അങ്ങനെ എന്തോ തോന്നുന്നു. ഒരാൾ ഇതിൻ്റെ കുമ്പളനും ഉണ്ട്, ഇടയ്ക്കൂടെ വളർന്നു വരുന്നുണ്ട്. ഇവരൊക്കെ വളരട്ടെ. അപ്പോഴേക്കും വെണ്ടയുടെ വിളവ് ഏകദേശം കഴിയാറാവുമായിരിക്കും. അവർ പിന്നെ വള്ളിയായിട്ട് പറഞ്ഞതാണല്ലോ.